السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ, സൂറത്ത് ഫുസ്സിലത്തിലെ 13-ാമത്തെ ആയത്തിൽ അള്ളാഹു നബിതങ്ങളോട് പറഞ്ഞത്, നബിയെ, ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ആകാശഭൂമികളെയൊക്കെ സൃഷ്ടിച്ചത് റബ്ബുൽ ആലമീനാണ്. നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആരാധ്യ വസ്തുക്കൾക്കും അതിൽ യാതൊരു പങ്കുമില്ല. ഇല്ലായ്മകളിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ചത് റഹ്മാനായ റബ്ബാണ്. അതുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുന്നവരാകണം എന്ന തൗഹീദ് എന്ന സന്ദേശം അവർക്ക് നൽകുക. ഇനി ഇതൊക്കെ കേട്ടിട്ടും ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും നബിയെ ഫഇൻ അറദു, അവരതൊന്നും ശ്രദ്ധിക്കാതെ തിരിഞ്ഞു കളയുകയാണെങ്കിൽ നബി അവരോട് പറയേണ്ടത്, അൻദർതുകും സ്വാഇഖതൻ മിസ്ല സ്വാഇഖതി ആദിൻ വസമൂദ്, ആദിന്റെയും സമൂദിന്റെയും ഘോരശിക്ഷ പോലെയുള്ള ഒരു ഇടുത്തി, ഒരു ഘോരമായ ശിക്ഷ, നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു വമ്പിച്ച ശിക്ഷയെക്കുറിച്ച് ഞാനിതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്ന് അവരോട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു. 14-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ആദ് സമൂദിന്റെ ശിക്ഷയെക്കുറിച്ചാണ്, അവർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഭയാനകരമായ ശിക്ഷയെക്കുറിച്ചാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. ഏതാണ് ആ ശിക്ഷ? ഇദ് ജാഅതുഹുമുർ റസൂലു മിൻ ബൈനി ഐദിഹിം വമിൻ ഖൽഫിഹിം അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ് قالوا لو شاء ربنا لأنزل ملائكة فإنا بما أرسلتم به كافرون. إذ جاءتهم, അവർക്ക് വന്നപ്പോൾ, വന്നു, ഇത് വന്ന സമയം, ഹും അവർക്ക്, ഇത് ജാഅത്തുഹും അവർക്ക് വന്ന നേരത്ത്, അർ റുസുലു ദൂതന്മാർ, പ്രവാചകന്മാർ. ആർക്ക്? ആദ് സമൂദ്, ധിക്കാരികളായ, അള്ളാഹുവിനെ ധിക്കരിച്ച് പരലോകത്തെ നിഷേധിച്ച് നടന്ന ഒരു വിഭാഗം. ആ ആദിനും സമൂദും ഗോത്രങ്ങൾക്ക് വന്നപ്പോൾ പ്രവാചകന്മാർ, മിൻ ബൈനി ഐദീഹിം അവരുടെ മുമ്പിൽ കൂടി, മിൻബൈനി ഐദീഹിം അവരുടെ മുമ്പിൽ കൂടിയും, വമിൻ ഖൽഫിഹിം അവരുടെ പിമ്പിൽ കൂടിയും, മുന്നിലൂടെയും പിന്നിലൂടെയും. അഥവാ അവരുടെ ആ പ്രവാചകന്മാരുടെ വരവും ഉപദേശവും ഒന്നിന് പിന്നാലെ മറ്റൊന്ന്, ഒന്ന് കഴിഞ്ഞ് അടുത്തത്, അങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു, നിർത്തിവെച്ചിട്ടില്ല. ആവേശത്തോടുകൂടെ തുടർന്ന് അവർക്ക് ശക്തമായിരിക്കുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവർക്ക് നൽകിയിരുന്നു പ്രവാചകന്മാർ. അതാണ് മുമ്പിൽ കൂടെയും പിമ്പിൽ കൂടെയും വന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഈ പ്രവാചകന്മാർ എന്താണ് അവരോട് പറഞ്ഞത്? അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ്, അല്ലാ തഅബുദൂ, നിങ്ങൾ ആരാധിക്കരുത്, ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ, ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ള ആ അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ മറ്റൊന്നിനെയും ആരാധിക്കരുത് എന്ന് പ്രവാചകന്മാർ അവരോട് ചെന്നു പറഞ്ഞു. ആ സമയത്ത് അവരുടെ മറുപടി എന്തായിരുന്നു? അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോ ഖാലു, അവര് പറഞ്ഞു, ലൗ ഷാഅ ഉദ്ദേശിച്ചു, ലൗ ഷാഅ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, റബ്ബുന നമ്മുടെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അവൻ ഇറക്കേണ്ടതല്ലേ, അവൻ ഇറക്കുമായിരുന്നു, മലായിക മലക്കുകളെ. അള്ളാഹു ഉദ്ദേശിക്കുകയായിരുന്നുവെങ്കിൽ അവൻ മലക്കുകളെ ഇറക്കേണ്ടതാണ്. ഫഇന്ന ആകയാൽ തീർച്ചയായും ഞങ്ങൾ, ബിമാ ഉർസിൽതും ബിഹി ഏതൊന്ന് കൊണ്ട് നിങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നുവോ, ഏതൊരു കാര്യം കൊണ്ടാണോ നിങ്ങൾ അയക്കപ്പെട്ടത്, ഏത് കാര്യം കൊണ്ടാണ് പ്രവാചകന്മാർ അയക്കപ്പെട്ടത്? അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുത്, ഇതുമായിട്ടല്ലേ നിങ്ങൾ അയക്കപ്പെട്ടത്. ആ അയക്കപ്പെട്ടത് കൊണ്ട് കാഫിറൂൻ
ഞങ്ങൾ അവിശ്വാസികളാണ്, അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം തേടുക, അവനോട് മാത്രം സഹായാർത്ഥന നടത്തുക, അവന് മാത്രം നേർച്ച വഴിപാടുകൾ നടത്തുക, അവന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുക, ആരാധന മുഴുവനും അള്ളാഹുവിന് മാത്രമാകണമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതിന് ഞങ്ങൾക്ക് പറ്റില്ല, അതിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് ആദ് സമൂദ് ഗോത്രങ്ങൾ പറഞ്ഞപ്പോ, ആ സമൂഹം പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഘോരമായ ശിക്ഷ കൊടുക്കുകയാണ്. فأما عاد فاستكبروا في الأرض بغير الحق وقالوا من أشد منا قوة أولم يروا أن الله الذي خلقهم هو أشد منهم قوة وكانوا بآياتنا يجحدون. فأما عاد എന്നാൽ ആദ് ഗോത്രം, ആദ് സമൂഹം, ഫസ്തക്ബറു അവർ ഗർവ് നടിച്ചവരായിരുന്നു, വലിയ അഹംഭാവം നടിച്ചവരായിരുന്നു, അഹങ്കാരികളായിരുന്നു. ഫിൽ അർളി ഭൂമിയിൽ, ബിഗൈരിൽ ഹഖ് ഒരു ന്യായവും ഇല്ലാതെ അഹങ്കരിക്കാനുള്ള ഒരു അർഹതയും അവർക്കില്ല. എന്നിട്ടും അഹങ്കാരികളായി അവർ ഭൂമിയിൽ നടന്നു. മൻ അശദ്ദു വഖാലു അവർ പറയുകയും ചെയ്തു, ആര്? ഈ ആദ് സമൂഹം പറയുകയും ചെയ്തു, മൻ അശദ്ദു മിന്നാ ആരാണ് ഊക്കുള്ളവർ, മിന്നാ ഞങ്ങളെക്കാൾ കഴിവുള്ളവർ, ഞങ്ങളെക്കാൾ കഠിനന്മാർ, ഞങ്ങളെക്കാൾ ശക്തിയുള്ളവർ ആരാണുള്ളത് എന്ന് അവർ പറയുകയും ചെയ്തു. ഖുവ്വത്തൻ ബലം കൊണ്ട്, ശക്തി കൊണ്ട് ഞങ്ങളെ കവച്ചു വെക്കാൻ, ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, ഞങ്ങളെ തോൽപ്പിക്കാൻ ആരാണ് ഉള്ളത് എന്ന് അവർ പറയുകയും ചെയ്തു. ധിക്കാരത്തിന്റെ വർത്തമാനം. അന്നല്ലാഹ് അല്ലദീ ഖലഖഹും ഖുവ്വ അവലം യറൗ അവർക്ക് കണ്ടുകൂടെ, അന്നല്ലാഹ തീർച്ചയായും അല്ലാഹുവാണെന്ന്, അല്ലദീ ഖലഖഹും അവരെ സൃഷ്ടിച്ചവനായ, ഹുവ അശദ്ദു മിൻഹും അവരെക്കാൾ ഊക്കുള്ളവനാണ്, ഖുവ്വതൻ ശക്തിയിൽ, അവരെക്കാളും ഏറ്റവും ശക്തിയുള്ളവൻ, അവരെക്കാൾ ആരോഗ്യമുള്ളവർ, അവരെക്കാൾ ഊക്കുള്ളവൻ, എല്ലാ അർത്ഥത്തിലും അവരെക്കാൾ ശക്തിയുള്ളത് അല്ലാഹുവിനാണ് എന്നവർക്ക് കണ്ടുകൂടെ. വകാനു അവർ ആയിരുന്നു, താനും ബി ആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, യജ്ഹദൂന നിഷേധിക്കുന്നവരായിരുന്നു. ആദ് ഗോത്രത്തിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആദ് ഗോത്രം ഒരു ന്യായവുമില്ലാത്ത വിധത്തിൽ ഭൂമിയിൽ അവർ അഹംഭാവം കാണിച്ചവരാണ്. എന്നിട്ട് അവർ ചോദിച്ചത്, ശക്തിയിൽ ഞങ്ങളെക്കാൾ ഊക്കുള്ളവർ ആരാണുള്ളത് എന്നായിരുന്നു അവരുടെ ധിക്കാരത്തിന്റെ വർത്തമാനം. എന്നാൽ അല്ലാഹു തആല അവർക്ക് അവരോട് മറുപടി പറയാൻ അല്ലാഹു പറഞ്ഞത്, അവലം യറൂ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ അവരെ സൃഷ്ടിച്ച അല്ലാഹു അവരെക്കാൾ ശക്തിയിൽ ഊക്കേറിയവനാണെന്ന് അവർക്ക് കണ്ടുകൂടെ? അവരെ പടച്ചത് അവരാണോ? അവരുടെ ആരാധ്യന്മാരാണോ? അവർ വിളിച്ചു തേടുന്നവരാണോ? അല്ലല്ലോ, അവരെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അവരെക്കാൾ എല്ലാ നിലക്കും കഴിവുള്ളവൻ അല്ലാഹുവാണ് എന്ന് അവർക്ക് അറിഞ്ഞുകൂടെ, മനസ്സിലാക്കിക്കൂടെ? വകാനൂ ബിആയാതിനാ യജ്ഹദൂൻ പക്ഷേ അവർ അല്ലാഹുവിൻ്റെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആദ് സമൂഹത്തെ കുറിച്ച്. فأرسلنا عليهم ريحا صرصرا في أيام نحسات لنذيقهم عذاب الخزي في الحياة الدنيا ولعذاب الآخرة أخزى وهم لا ينصرون. فأرسلنا عليهم ഈ ധിക്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞപ്പോ, ഞങ്ങളെ കവച്ചു വെക്കാൻ ഞങ്ങളെക്കാൾ ഉന്നതർ ആരാണ്, ഞങ്ങളെക്കാൾ ഊക്കന്മാർ ആരാണ് എന്ന് പറഞ്ഞു.
അതേ പ്രകാരം ഒരു ന്യായവുമില്ലാതെ ഭൂമിയിൽ അഹങ്കാരികളായി ധിക്കാരികളായി നടക്കുകയും ചെയ്തപ്പോ അല്ലാഹു പറയാ ഫഅർസൽനാ നാം അയച്ചു അലൈഹിം അവരിൽ റീഹൻ ഒരു കാറ്റിനെ നാം അങ്ങ് അയച്ചു കൊടുത്തു സ്വറസ്വറ അത്യുഗ്രമായ ശരവേഗതയിലുള്ള കാറ്റിനെ നാം അയച്ചു കൊടുത്തു ഫി അയ്യാമിൻ ചില ദിവസങ്ങളിൽ. ആ ദിവസങ്ങളെ കുറിച്ച് അല്ലാഹു തആല സൂറത്ത് ഹാഖയുടെ തുടക്കത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വഅമ്മാ ആദുൻ ഫഉഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആതിയ. ആദ് ഗോത്രം ഊക്കേറിയ ശരശരയുള്ള ഉഗ്രമായ ഒരു കാറ്റ് കൊണ്ട് നാം നശിപ്പിക്കപ്പെട്ടു. ഇവിടെ അല്ലാഹു പറഞ്ഞത് ഫി അയ്യാമിൻ ചില ദിവസങ്ങളിലായി ആ കാറ്റിനെ അയച്ചു എന്ന. എന്നാൽ ആ കാറ്റിന്റെ ദിവസം എത്രയായിരുന്നു എന്ന് സൂറത്ത് ഹാഖയിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, സഖറഹാ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമൻ ഫതറൽ ഖൗമ ഫീഹാ സർആ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാബിയ. 7 രാത്രിയും 8 പകലും തുടർച്ചയായി അവരിൽ ആ കാറ്റിനെ അല്ലാഹു അങ്ങ് നിയോഗിച്ചു. ശക്തമായ കാറ്റ്, നിൽക്കാത്ത കാറ്റ്, ഘോരമായ കാറ്റ്, 7 രാത്രി 8 പകൽ. അപ്പോൾ ആ ജനത കടപുഴകി വീണ ഈന്തത്തടികളെന്ന പോലെ അതിൽ വീണ് കിടക്കുന്നവരായി നിനക്ക് കാണാമായിരുന്നു. ആ ജനതയെ, ആദ് സമൂഹത്തെ പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു എന്ന് സൂറത്ത് ഹാഖയിലെ 69-ാം അധ്യായമായ സൂറത്ത് ഹാഖയിലെ 6-7 ആയത്തുകളിൽ ഈ ആദ് സമൂഹത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അല്ലാഹു തആല പറയുന്നത് ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ അയ്യാമിൻ നഹിസാത്. ദുശുഗനം പിടിച്ച ചില ദിവസങ്ങളിൽ നാം അവരിൽ ഉഗ്രമായ ഒരു കാറ്റിനെ അയച്ചു. ആ ദിവസം എത്രയാണ് എന്ന് സൂറത്ത് ഹാഖയിൽ ഫീ അയ്യാമിൻ നഹിസാത്ത്. ദുശുഗനം പിടിച്ച ദിവസങ്ങളിൽ നാം അവർക്ക് ആ കാറ്റിനെ അയച്ചു കൊടുത്തു. ലിനുദീഖഹും നാം അവർക്ക് ആസ്വദിപ്പിക്കാൻ വേണ്ടി അദാബൽ ഖിസ്യ അപമാനത്തിന്റെ ശിക്ഷ ഫിൽ ഹയാത്തി ദുനിയ ദുന്യവിയായ ഭൗതികമായ നൈമിഷികമായ ഈ ജീവിതത്തിൽ തന്നെ അപമാനത്തിന്റെ ശിക്ഷ അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ശിക്ഷ നാം അവരിലേക്ക് അയച്ചു കൊടുത്തത്. ദുനിയാവിലെ ഈ അപമാനം കൊണ്ട് തീരുമോ? അപമാനം കൊണ്ടും ഈ ശിക്ഷ കൊണ്ടും തീരുമോ? ഇല്ല. വലഅദാബുൽ ആഖിറ പരലോക ശിക്ഷയാകട്ടെ അഖ്സ കൂടുതൽ അപമാനകരമാണ്, കൂടുതൽ നിന്ദ്യമായതാണ്. ഇവിടെ ഈ ശിക്ഷ കൊടുക്കുന്നത് തന്നെ, ശിക്ഷ നൽകുന്നത് തന്നെ അവർക്ക് വല്ലാത്ത അപമാനമാണ്. നിന്ദ്യതയ്ക്ക് വേണ്ടിയാണ് അല്ലാഹു തആല ശിക്ഷ കൊടുക്കുന്നത്. എന്നാൽ അതിനേക്കാളും ഭയാനകരമായ നിന്ദ്യതയാണ്, അപമാനമാണ് വലഅദാബുൽ ആഖിറ പരലോകത്തിലെ ശിക്ഷ. വഹും അവർ ലാ യുൻസറൂൻ സഹായിക്കപ്പെടുന്നവരല്ല താനും. ഒരു സഹായവും നാളെ പരലോകത്ത് അവർക്കുണ്ടാവുകയില്ല. ദുനിയാവിൽ റഹ്മാനായ റബ്ബിന്റെ ശിക്ഷയങ്ങ് വന്നാൽ സഹായിക്കാൻ വഹും ലാ യുൻസറൂന അവരെ സഹായിക്കാൻ, അവരാരാധിക്കുന്ന, അവർ വിളിച്ചു തേടുന്ന, പ്രാർത്ഥിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കൾ ആരും ലാ യുൻസറൂൻ ദുനിയാവിൽ അല്ലാഹുവിന്റെ ശിക്ഷ വന്നാൽ അവരെ സഹായിക്കാൻ ഉണ്ടാവില്ല. നാളെ പരലോകത്ത് അവർക്ക് സഹായത്തിന് ഒരാളും ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആദ് സമൂഹത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ അഹങ്കാരികളായപ്പോ ഞങ്ങളാണ് എല്ലാവരെക്കാളും ശക്തന്മാർ, ഞങ്ങളാണ് ഏറ്റവും കഴിവുള്ളവർ, ഞങ്ങളെ കവച്ചു വെക്കാൻ, ഞങ്ങളെ അതിജയിക്കുവാൻ, ഞങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഇവിടെ ഒരാളും ഉണ്ടാവില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള വലിയ താക്കീതാണിത്. ഇന്നും അങ്ങനെ പറയുന്നവരുണ്ട്. ഞങ്ങളല്ല ഏറ്റവും വലിയ ശക്തന്മാർ, ഞങ്ങളല്ല ഏറ്റവും ആളുകൾ കൂടുതൽ, മഹലുകളിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്, അഡ്രസ്സുകളുള്ളത്, മെമ്പർമാരുള്ളത് ഞങ്ങളല്ലേ, ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കാടാ കഴിയുക എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ആദ് സമൂഹത്തിന്റെ ഈ ശിക്ഷ
ഒരു വല്ലാത്ത പാഠമാണ്. അവരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തന്മാർ, ഞങ്ങളെ അതിജയിക്കാൻ ആർക്കും കഴിയില്ല. അവർക്ക് അല്ലാഹു തആല കൊടുത്ത മറുപടി, നിങ്ങളെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബിന്റെ ശക്തി അത് നിങ്ങളുടെ ശക്തിയേക്കാൾ എത്രയോ വലുതാണ്. ആ റബ്ബിന്റെ അത്രയോളം ശക്തിയൊന്നും നിങ്ങൾക്കില്ല എന്ന് അല്ലാഹു തആല അവർക്ക് മറുപടി കൊടുത്ത് അവരെ ശക്തമായ കാറ്റ് കൊണ്ട് റഹ്മാനായ റബ്ബ് തആല സൃഷ്ടിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി തുടർന്നുള്ള ആയത്തുകളിൽ 17 മുതലുള്ള ആയത്തുകളിൽ സമൂദ് ഗോത്രത്തിനെ അല്ലാഹു തആല നശിപ്പിച്ചതാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു തആല പഠിക്കാനും പകർത്താനും ഇത്തരം ചരിത്ര സംഭവങ്ങളിൽ നിന്ന് റഹ്മാനായ റബ്ബിനെ കൂടുതൽ അറിയാൻ, തൗഹീദ് അല്ലാ തഅബ്ദു ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന മുവഹ്ഹിദുകളായി തീരാൻ നമുക്ക് ഇതെല്ലാം വല്ലാത്ത സന്ദേശമായി മാറണം, നമുക്കൊരു പാഠമായി മാറണം. അല്ലാഹു തആല പഠിക്കാനും പകർത്താനും അത് ജീവിതത്തിലുടനീളം മറ്റുള്ള ആളുകൾക്ക് കഴിവിന്റെ പരമാവധി എത്തിച്ചു കൊടുക്കുവാനും റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.